ക്രിസ്മസ് റിലീസായി എത്തിയ മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം വൃഷഭ തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത്. തെലുങ്കിൽ ഒരുക്കിയ പാൻ ഇന്ത്യൻ ചിത്രം 70 കോടി രൂപ ബജറ്റിലാണ് ഒരുങ്ങിയത്. വരും ദിവസങ്ങളിൽ ചിത്രം മികച്ച കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നത്. ക്രിസ്മസ് റിലീസായി എത്തിയ മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രമായ വൃഷഭ തിയേറ്ററുകളിൽ നിന്ന് ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത്. തെലുങ്കിലൊരുക്കിയ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നന്ദകിഷോറാണ്. 70 കോടി രൂപ ബജറ്റിൽ 2022 അനൗൺസ് ചെയ്ത ചിത്രം ഈ വർഷമാണ് ഷൂട്ട് പൂർത്തിയാക്കിയത്. മെയിൽ റിലീസ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും പിന്നീട് മാറ്റിവെച്ചു. ശേഷം ദീപാവലിക്ക് പുറത്തിറങ്ങുമെന്ന് അറിയിച്ചെങ്കിലും വീണ്ടും റിലീസ് നീണ്ടു. ഒടുവിലാണ് ക്രിസ്മസ് ദിനത്തിൽ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ടീസറിനും ട്രെയിലറിനും തരക്കേടില്ലാത്ത പ്രതികരണം ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ മോഹൻലാലിന്റേത് മാസ് പ്രകടനമാണെന്ന് പ്രേക്ഷകർ പറയുന്നു. ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത്. രാജാ വിജയേന്ദ്ര വൃഷഭയായും പുതിയ കാലഘട്ടത്തിലെ ബിസിനസ്സുകാരനായും മോഹൻലാൽ ചിത്രത്തിലെത്തുന്നുണ്ട്. വമ്പൻ ക്യാൻവാസിലൊരുക്കിയ ചിത്രം താരനിര കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും സമ്പന്നമാണ്. മോഹൻലാലിനൊപ്പം മകനായി തെലുങ്ക് നടൻ റോഷൻ മെഗയും ഷനായ കപൂറും സാറ എസ് ഖാനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. സഞ്ജയ് കപൂറിന്റെ മകൾ ഷനായ കപൂർ പാൻ ഇന്ത്യൻ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണിത്. അതേസമയം അഡ്വാൻസ് ബുക്കിംഗിൽ വൃഷഭയ്ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പ്രീസെയിലിൽ കാര്യമായി ചലനമുണ്ടാക്കാൻ വൃഷഭയ്ക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, വെറും 58 ലക്ഷം രൂപയാണ് ഇതിലൂടെ നേടാനായത്. കേരളത്തിൽ ഇതുവരെ 20 ലക്ഷം പോലും ചിത്രം നേടിയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ശോഭ കപൂർ, ഏക്താർ കപൂർ, CK പത്മകുമാർ, വരുൺ മാത്തൂർ, സൗരഭ് മിശ്ര, അഭിഷേക് വ്യാസ്, വിശാൽ ഗുർനാനി, ജൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആശീർവാദ് സിനിമാസ് ആണ് ചിത്രം കേരളത്തിലെത്തിച്ചത്. വമ്പൻ ക്യാൻവാസും താരനിരയുമുള്ള ചിത്രം ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഒരു രാജാവായി അഭിനയിക്കുന്നത്. മോഹൻലാലിനൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. രാഗിണി ദ്വിവേദി, സമർജിത് ലങ്കേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആന്റണി സാംസൺ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് KM പ്രകാശാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.